ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്സ് ഓനിയൻ റിങ്സ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ഇല്ലി കറിവേപ്പിലാണ്. അത് നന്നായിട്ട് തന്നെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഏകദേശം നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കാൻ ഉണ്ടാക്കുന്ന മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിൽ 2 ബ്രെഡ് ഒന്ന് ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. 2 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവാള ആണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി അതിന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. അപ്പോൾ തൊലിയും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ സവാള അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഉണ്ടല്ലോ, അപ്പം 1-2 സവാള എടുത്തിട്ട് നമുക്കിതുപോലെ എത്ര റിങ് വേണം അത്രയും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സവാളൻ്റെ റിങ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് എടുക്കേണ്ടത്. ബാക്കിയുള്ള സവാളയും കൂടെ ഞാനിതുപോലെ റിങ്ങാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇവിടെ റിങ്ങാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതിൽ നിന്നും ഒരു റിങ് എടുക്കാം. മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ആദ്യം. അതിനുശേഷം മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡ് പൊടി ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്നും ഓരോ റിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തത് കാരണം ഞാൻ 3 ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആകുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. റിങ്സ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ഉള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.